അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ഈ 9ാമത് ജനറൽ കൺവെൻഷനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ ഈ ജനറൽ കൺവെൻഷൻ്റെ ഈ 2ാമത്തെ പകൽക്കാലം ഈ സെഷൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൽ ബഹുമാനിയ പാസ്റ്റർ സാമുവൽ സൈമൺ അവർക്ക്, ഇതിൻ്റെ ജനറൽ കൺവീനറായി സ്തുത്യർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന PMG പ്രസ്ഥാനത്തിൻ്റെ ജനറൽ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ KK ജോസഫ് അവർ, കടന്നു വന്നിരിക്കുന്ന മറ്റെല്ലാ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ദാസന്മാർ, ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആലും മതി വരില്ല നിന്റെ വൻകൃപകൾ വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ, എത്ര സ്തുതിച്ചാലും മതി വരില്ല നിന്റെ വൻകൃപകൾ വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. നന്ദി നന്ദി നാഥാ, നന്ദി യേശുവേ, നന്ദി നന്ദി നാഥാ, നന്ദി യേശുവേ, നന്ദി നന്ദി നാഥാ, നന്ദി യേശുവേ, നന്ദി നന്ദി നാഥാ, നന്ദി യേശുവേ. ആർക്കും വേണ്ട തന്നെ നീ വലിച്ചെടുത്തു, നിന്റെ മാർവോടാണ് ചെന്നി നീ പരിപാലിച്ചു. ആർക്കും വേണ്ട തന്നെ നീ വലിച്ചെടുത്തു, നിന്റെ മാർവോടാണ് ചെന്നി നീ പരിപാലിച്ചു. നന്ദി നന്ദി നായക, നന്ദി യേശുവേ, നന്ദി നന്ദി നായക, നന്ദി യേശുവേ, നന്ദി നന്ദി നായക, നന്ദി യേശുവേ, നന്ദി നന്ദി നായക, നന്ദി യേശുവേ. ചേച്ചിൽ കിടന്നെന്നെ നീ വലിച്ചെടുത്തു, പാപക്കറകൾ നീക്കി നീ ശുദ്ധീകരിച്ചു. ചേച്ചിൽ കിടന്നെന്നെ നീ വലിച്ചെടുത്തു, പാപക്കറകൾ നീക്കി നീ ശുദ്ധീകരിച്ചു. നന്ദി നന്ദി നായക, നന്ദി യേശുവേ, 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 നന്ദി നന്ദി നായക, നന്ദി യേശുവേ. Praise the Lord. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടുന്നു. ശമൂവേലിന്റെ 2ാമത്തെ പുസ്തകം 9ാം അധ്യായം അതിന്റെ 1ാമത്തെ വാക്യം. 2 ശമൂവേൽ 9ാം അധ്യായം 1ാമത്തെ വാക്യം. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിപ്പിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ ഗൃഹത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കുക. ശ്രദ്ധിക്കണേ,
ഒരാൾ നിമിത്തം വേറെ ഒരാളോട് ദയ കാണിക്കാൻ ദൈവം പദ്ധതി ഇട്ടപ്പോൾ ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ: നമ്മുടെ കഴിവ് കൊണ്ടല്ല ഇവിടെ വന്നത്, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല ഇതൊക്കെ നേടിയത്. പ്രത്യുത നമ്മുടെ പിന്നിൽ ദൈവം ചിലരെ ഓർത്തത് കൊണ്ടാണ്. സ്തോത്രം. ഒരിക്കൽ യാക്കോബ് യോർദാന്റെ തീരത്ത് വന്ന ശേഷം ദൈവത്തോട് പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്. വളരെ ചിന്തനീയമായ ഒരു സാക്ഷ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 32-ന്റെ 10-ാമത്തെ വാക്യത്തിൽ യാക്കോബ് ദൈവസന്നിധി പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. വായിച്ചാട്ടെ. യഹോവേ, നീ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഐ ആം നത്തിങ്. ഞാൻ ഒന്നുമില്ല, ഞാൻ ഇതിന് യോഗ്യനല്ല, ഞാൻ അപാത്രമാണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവം എന്നോട് ദയ കാണിച്ചു. അപ്പനെ വിട്ട്, അമ്മയെ വിട്ട്, സഹോദരനെ വിട്ട്, ദാസീദാസന്മാരെ വിട്ട് ഏകനായി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട യാക്കോബ് തന്റെ കൈവശം ഒരു വടി മാത്രമാണ് ഉണ്ടായിരുന്നത്. ആടുകളെ മേയിച്ചു നടക്കുമ്പോൾ താൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു വടി മാത്രം. ഇന്ന് നമ്മൾ ദൂരയാത്ര ചെയ്യാൻ പുറപ്പെട്ടാൽ കയ്യിൽ ഒരു ജോഡി ഡ്രസ്സ് എടുക്കും, ഒരു ചെറിയ ബാഗ് എടുക്കും, വേണ്ടിയതെല്ലാം അതിനകത്ത് കരുതും. എന്നാൽ യാക്കോബിന്റെ കൈവശം ഒരു സഞ്ചി ഇല്ലായിരുന്നു. ഒരു ജോഡി ഡ്രസ്സ് സ്പെയർ എടുക്കാൻ അവന്റെ കൈവശമില്ല. ഒരു പുതപ്പ് പോലും അവന്റെ കൈവശം അവൻ എടുത്തില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ, ഒരു ബാഗ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെ ഒരു ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നെങ്കിൽ, ആട്ടുരോമം കൊണ്ടുള്ള ഒരു പുതപ്പുണ്ടായിരുന്നെങ്കിൽ, നിശ്ചയമായിട്ടും ലൂസിലെത്തിയ യാക്കോബ് അവൻ അതെടുത്ത് തലയണയായി വെച്ചേനെ. പലപ്പോഴും നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ബർത്തിൽ കിടക്കുന്ന സമയത്ത് തലയണയായി നാം കൊണ്ടുപോകുന്ന ബാഗ് വെച്ചിട്ടില്ലേ? യാക്കോബിന്റെ കൈവശം ഒരു കമ്പിളി പോലും, ഒരു പുതപ്പ് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൻ ആ ദേശത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് കിടന്നത്. കൈവശം ഒന്നുമില്ലാതെ ഇറങ്ങിത്തിരിച്ച യാക്കോബ് വെറും ഒരു വടി മാത്രം. ആ യാക്കോബ് പറയുന്ന സാക്ഷ്യം കേട്ടോണേ. അടുത്ത വാക്യം വായിച്ചേ, 32-ന്റെ. ഒരു വടിയോടുകൂടിയല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. 20 വർഷങ്ങൾ ലാബാന്റെ വീട്ടിൽ ചെലവഴിച്ച ശേഷം 20 വർഷങ്ങൾ കഴിഞ്ഞ് മടങ്ങി തന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്ത ഈ യാക്കോബ് ഈ യോർദാന്റെ തീരത്തെത്തി. അവൻ 20 വർഷങ്ങളിലേക്കൊന്ന് തിരിഞ്ഞൊന്ന് നോക്കി. 20 വർഷങ്ങളുടെ കാലഘട്ടത്തിലേക്ക്, ആ പുറകിലേക്ക് അവനൊന്ന് തിരിഞ്ഞൊന്ന് നോക്കി. അവരൊന്നേ പറയാനുള്ളൂ: ദൈവമേ, നീ അടിയനോട് കാണിച്ച സകല ദയ. അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. എന്റെ ജീവിതത്തിൽ എനിക്ക് ധൈര്യത്തോടെ പറയാനുണ്ട്. സ്തോത്രം. 1973-കളിൽ 73, 74, 75, 76, 77 വർഷങ്ങളിൽ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുമ്പോൾ പാറശാലയുടെ ഭാഗത്ത് അവിടുന്ന് പല ദൈവദാസന്മാർ വന്നിട്ടുണ്ട്. സഹോദരങ്ങൾ, കോന്നിയുടെ ഭാഗത്ത് ഒക്കെ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരം മാർ യുവാനിസ് കോളേജിൽ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ, തിരുവനന്തപുരം ഗവൺമെന്റ് ട്രെയിനിങ് കോളേജിൽ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന
വെറും ഒരു സ്റ്റുഡന്റ് മാത്രമായിരുന്നു. അന്ന് രക്ഷിക്കപ്പെടാത്ത എൻ്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് ഞാൻ കൈനീട്ടിയില്ല. അപ്പ വണ്ടിക്കൂലിക്ക് കാശ് വേണം കർത്താവിന് വേല ചെയ്യാൻ. തിരുവനന്തപുരം പട്ടണത്തിലുള്ള ഓരോ വീടുകൾ കയറിയിറങ്ങി അവിടെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ ട്യൂഷൻ പഠിപ്പിച്ച്, ആ ട്യൂഷൻ പഠിപ്പിച്ച് കിട്ടിയ ഫീസ് കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിന്റെ വേല അന്ന് ചെയ്തത്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന നന്മകൾ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എൻ്റെ ദൈവം തന്നത് മാത്രമാ. Praise the Lord. ദൈവം നമ്മുടെ പിന്നിൽ ചിലരെയൊക്കെ ഓർക്കാറുണ്ട്. ഞാനൊരു സത്യം നിങ്ങളോട് തുറന്നു പറയാം. ഈ വേദപുസ്തകവും പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാനുള്ള ഏക കാരണം എൻ്റെ മാതാവിൻ്റെ കണ്ണുനീരാണ്. സ്തോത്രം. ഇന്ന് രാവിലെയും ഞാൻ മാതാവിനെ പോയി കണ്ടു. മാതാവിനോട് പറഞ്ഞ് ഞാൻ ശുശ്രൂഷിക്കാൻ പോവുക, പ്രാർത്ഥിച്ചോണം. എവിടെ ശുശ്രൂഷിക്കാൻ പോയാലും മാതാവിനെ കണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ യാത്ര പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് 70 കാലഘട്ടങ്ങളിൽ പലപ്പോഴും മാതാവിന്റെ കണ്ണുനീര് രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ കാലിൽ വീണിട്ടുണ്ട്. ഞങ്ങൾ മക്കളുടെ കാലുകളിൽ വീണിട്ടുണ്ട്. മാതാവിന്റെ കണ്ണുനീർ മറ്റൊന്നുമല്ല, ദൈവമേ, പിതാവ് പോകുന്ന പാതയിൽ ഈ മക്കൾ ആരും പോകുവാൻ ഇടയാകരുത്. അന്ന് എൻ്റെ പിതാവ് ഒരു മഹാമദ്യപാനിയായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുകയാണ്. കർത്തൃസന്നിധി ചേർക്കപ്പെട്ടിട്ട് ഇന്നലെ 25 വർഷങ്ങൾ കഴിഞ്ഞു എൻ്റെ പിതാവിന്. ദൈവം ചിലരെ ഓർക്കാറുണ്ട്. നിങ്ങളുടെ പിന്നിൽ ദൈവം ചിലരെ ഓർക്കുന്നില്ലേ? നിങ്ങളുടെ പിന്നിൽ കരയുന്ന കണ്ണുകളില്ലേ? നിങ്ങളെ കാത്തിരിക്കുന്ന ജനമില്ലേ? സ്തോത്രം. അവരെയൊക്കെ എൻ്റെ ദൈവത്തിന് പോരാ, നമ്മുടെ ദൈവത്തിന് ഓർത്ത് മതിയാവോ. അവരെ ഓർത്ത് നമ്മെ അവൻ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ദാവീദ് പറയുന്നു, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ ഗൃഹത്തിൽ, കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിപ്പുണ്ടോ? Anybody is there? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഞാൻ രക്ഷിക്കുമെന്ന് ദാവീദ് പ്രസ്താവിച്ചത്. എന്തുകൊണ്ട് ദാവീദ് യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കാൻ പ്ലാൻ ഇട്ടു? ശ്രദ്ധിക്കണേ. എന്തുകൊണ്ട് ദാവീദ് യോനാഥാന്റെ നിമിത്തം ദയ കാണിപ്പാൻ അവൻ ആഗ്രഹിച്ചു? ശമൂവേലിന്റെ ആ ചരിത്രത്തിലേക്ക് പോയെങ്കിലേ മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. 1 ശമൂവേൽ 20-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഞാൻ മരിക്കാതെ വണ്ണം യഹോവയുടെ ദയ നീ ഇതിനോട് ഒരു ഉടമ്പടി ചെയ്തു. ദാവീദ് തിരിച്ച് യോനാഥാനോട് ഒരു ഉടമ്പടി ചെയ്തു. എന്നതാ ആ ഉടമ്പടി? ആ കവനന്റ് എന്താണ്? യോനാഥാൻ ദാവീദിനോട് പറയാ, ദാവീദേ, ഞാൻ ഒരിക്കലും രാജാവാകത്തില്ല. എന്റെ അപ്പനായ ശൗലിന്റെ കാലശേഷം അടുത്ത രാജാവാകേണ്ടത് ഞാനാ. പക്ഷേ ഞാൻ ആകത്തില്ല. യോനാഥാന് നല്ല ഉറപ്പാ കാര്യത്തിൽ. കാരണം മറ്റൊന്നുമല്ല, ദാവീദിന്റെ മേൽ ഒഴുകുന്ന ഒരു അഭിഷേക തൈലമുണ്ട്. ദാവീദിന്റെ മേൽ ഒഴുകുന്ന ഒരു അഭിഷേക തൈലമുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ അഭിഷേക തൈലം നിന്റെ മേൽ ഒഴുകുന്നിടത്തോളം ആമീൻ, എന്റെ ദൈവം നിന്നെ ഉയർത്തുവാൻ പദ്ധതി ഇടുകയാണ്. സ്തോത്രം. യോനാഥാൻ ഒരു കാര്യം നല്ലവണ്ണം അറിയാം, ഞാൻ രാജാവാകത്തില്ല, പക്ഷേ ദാവീദ് രാജാവാകും. ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, നീ രാജാവാകുമ്പോൾ നിന്റെ ദയ എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഒരിക്കലും അറ്റുപോകരുത്.
എന്തുകൊണ്ടാണ് ദാവീദ് യോനാഥാനോട് ഉടമ്പടി ചെയ്യാൻ കാര്യം? യോനാഥാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ദാവീദിന്? എന്തെങ്കിലും ബാധ്യതയുണ്ടോ ദാവീദിന്? ഉണ്ട്. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ട്. ശമൂവേലിന്റെ 1 ശമൂവേൽ 18-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. ദാവീദ് ആദ്യമായി യോനാഥാനെ കാണുകയും യോനാഥാൻ ആദ്യമായി ദാവീദിനെ കാണുകയും ആ കൊട്ടാരത്തിൽ വെച്ച. ശ്രദ്ധിക്കൂ, ശൗൽ ആളയച്ച് ദാവീദിനെ വരുത്തി. ദാവീദിനോട് ചോദിക്കുകയാണ്, ദാവീദേ, നിനക്ക് ആ മല്ലനായ ഗോലിയാത്തിനെ കൊല്ലുവാനൊക്കെ കഴിയുമോ? നീ ഒരു കൊച്ചു ബാലനല്ലേ, നിന്നെ കൊണ്ട് സാധിക്കുമോ? സ്തോത്രം. ദാവീദ് ശൗലിനോട് ചില സാക്ഷ്യങ്ങൾ പറഞ്ഞു. ഈ ദാവീദിന്റെ ജീവിതത്തിൽ 4 പോരാട്ടങ്ങളാണ് ഉണ്ടായത്. നമ്മുടെയും ജീവിതത്തിലുണ്ട് 4 പോരാട്ടങ്ങൾ, അല്ലേ? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മാ സേനയോട്, അല്ലാതെ ജഡരക്തങ്ങളോടല്ല നമുക്ക് പോരാട്ടം. ദാവീദിന് ഇതുപോലെ 4 പോരാട്ടം ഉണ്ടായിരുന്നു. 1 കാട്ടിൽ നിന്നുള്ള പോരാട്ടം, 2 വീട്ടിൽ നിന്നുള്ള പോരാട്ടം, 3 നാട്ടിൽ നിന്നുള്ള പോരാട്ടം, 3 കൂട്ടിൽ നിന്നുള്ള പോരാട്ടം. 4 പോരാട്ടം ദാവീദിനുണ്ട്. 1 കാട്ടീന്ന്, അതായത് ഒരിക്കൽ സിംഹവും ഒരു കരടിയും ദാവീദിനെ നേർക്ക് വന്നു. അതിന്റെ മേൽ ദാവീദ് ജയമെടുത്തു. 2 കൂട്ടീന്ന്, ശൗൽ രാജാവ് ദാവീദിന്റെ ഉപജീവന മാർഗമാക്കൂട്. ആ ശൗൽ രാജാവ് തന്റെ കുന്തം ദാവീദിനെ നേർക്ക് ചാണ്ടി. അതിന്റെ മേൽ ദാവീദിന് ജയമെടുക്കാൻ കഴിഞ്ഞു. 3 നാട്ടീന്ന്, ഗോലിയാത്ത് ശൗലിന്റെ ദാവീദിനെ നേർക്ക് യുദ്ധത്തിന് വരികയാ. ആ നാട്ടിൽ നിന്ന് വന്നതായ പോരാട്ടത്തെ ദാവീദ് അതിജീവിച്ചു, ജയിച്ചു. 4 വീട്ടിൽ നിന്ന് അവന്റെ സ്വന്തം മകനായ അബ്ശാലോം ദാവീദിന്റെ നേർക്ക് യുദ്ധത്തിന് വന്നു. ഈ 4 യുദ്ധങ്ങളിലും ദാവീദ് ജയിക്കാനുള്ള കാരണം അവന്റെ മേൽ ഒരു അഭിഷേക തൈലം വ്യാപരിച്ചു. അങ്ങനെ ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയട്ടെ, നിന്റെ ജീവിതത്തിലെ പോരാട്ടം നാട്ടിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും കാട്ടിൽ നിന്നായാലും കൂട്ടിൽ നിന്നായാലും ഇന്ന് പകൽ അഭിഷേകത്തിന്റെ തൈലം നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പൈതല്, നിനക്കതിന്റെ മേൽ ജയമുണ്ട്. ഒരു ഹല്ലേലൂയ ശക്തിയോടെ പറഞ്ഞാട്ട്. ശൗൽ ആളയച്ച് ദാവീദിനെ വരുത്തി. ദാവീദിനോട് ചോദിക്കുകയാണ്, നിനക്ക് ഗോലിയാത്തിനെ കൊല്ലുവാൻ കഴിയും? അവൻ ഈ സാക്ഷിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദ് ശൗലുമായി സംസാരിച്ച് തീർന്ന് ആമേൻ പറയുകയും ഇത് മാറിയിരുന്ന് കേട്ടുകൊണ്ടിരുന്ന യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് എന്ത് ചെയ്തു? പറ്റിച്ചേർന്നു. സ്തോത്രം. ശ്രദ്ധിച്ചേ, യോനാഥാൻ ദാവീദുമായി സംസാരിച്ചില്ല. ദാവീദ് യോനാഥാനുമായും ഒരു വാക്ക് പോലും ഉച്ചരിച്ചില്ല. ദാവീദ് ശൗലുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാ യോനാഥാൻ അത് ശ്രദ്ധിച്ചു. അവൻ സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ ഒരു ദൂത് അവിടെ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ. ദൈവമക്കളുടെ സംസാരം ശ്രദ്ധിക്കുന്ന ജീവിതങ്ങളുണ്ട്. ദൈവമക്കളുടെ ഓരോ ചലനവും ശ്രദ്ധിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. സ്തോത്രം. ആ ശ്രദ്ധിക്കുന്ന ജീവിതങ്ങൾ കുറ്റം പറയുകയല്ല, പഴിചാരുകയല്ല, ദൈവത്തിൽ നിന്ന് മാറിപ്പോകുകയല്ല. പ്രത്യുത ദൈവത്തോട് ചേർന്ന് വരാൻ, ദൈവത്തോട് അടുത്തു വരാൻ, ദൈവജനത്തോട് പറ്റിച്ചേരാൻ ഇടയായി തീരണം. ഇന്ന് പലരുടെയും സാക്ഷ്യങ്ങൾ, പലരുടെയും സംസാരങ്ങൾ അനേകരെ ദൈവത്വത്തിൽ നിന്ന് അകറ്റുന്നതായി മാറ്റപ്പെടുകയാണ്. സ്തോത്രം. ഇവിടെ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് എന്ത് ചെയ്തു? ദാവീദിനോട് പറ്റിച്ചേർന്നു. ദൈവമക്കൾ പറ്റിച്ചേരേണ്ട ഒരു 5 കാര്യങ്ങളുണ്ട്. ദൈവമക്കൾ പറ്റിച്ചേരേണ്ടതായ ഒരു 5 കാര്യങ്ങളുണ്ട്. 1, കുടുംബ ജീവിതത്തിൽ.
കുടുംബജീവിതത്തിൽ. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 5-ാം വാക്യം വിവാഹ ശുശ്രൂഷയിലൊക്കെ പറയുന്ന വാക്യമാ. മത്തായി 19:5 വായിച്ചാട്ട. മത്തായി 19:5, 19-ാം അധ്യായം 5-ാം വാക്യം. ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് എന്ത് ചെയ്യും? പറ്റിച്ചേരും. ഒന്ന്, ദൈവമക്കളുടെ ജീവിതത്തിൽ പറ്റിച്ചേരേണ്ടത് ഫാമിലി ലൈഫിൽ, കുടുംബ ബന്ധത്തിൽ നാം പറ്റിച്ചേരണം. ഭർത്താവ് ഭാര്യയോട് പറ്റിച്ചേരണം, ഭാര്യ ഭർത്താവിനോട് പറ്റിച്ചേരണം, മാതാപിതാക്കൾ മക്കളോട് പറ്റിച്ചേരണം, മക്കൾ മാതാപിതാക്കളോട് പറ്റിച്ചേരണം. അങ്ങനെ ഒരു കുടുംബ ജീവിതത്തിൽ തമ്മിൽ പറ്റിച്ചേർന്ന് ജീവിച്ചാൽ ആ കുടുംബം ഒരിക്കലും തകരത്തില്ല. ആമേൻ. ഇന്ന് അനേക കുടുംബങ്ങൾ ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരത്ത് കുടുംബ കോടതിയിൽ, പൊങ്ങമൂടായിരുന്ന കുടുംബ കോടതി ഇപ്പോൾ അത് തിരുവനന്തപുരം മഞ്ചൂർ കോടതിയുടെ സമീപത്തേക്ക് മാറ്റി. ആ കുടുംബ കോടതിയിലെ ഒരു അഡ്വക്കേറ്റ് പറഞ്ഞത് ഇങ്ങനെയാ: ഈ നാളുകളിൽ ഈ കൈയടിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, അവരും ഡൈവോഴ്സിന് വിവാഹമോചനത്തിന് ഡിവോഴ്സിന് ഫയൽ ചെയ്യാറുണ്ടെന്ന്. കൈയടിക്കുന്ന കൂട്ടരെന്ന് അദ്ദേഹം പറഞ്ഞത്. സ്തോത്രം. എത്ര ലജ്ജാവഹമാ. ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങൾ ഒരിക്കലും തകരാൻ പാടില്ല. അത് പിശാച് ചെയ്യുന്ന പദ്ധതിയാ. അതിൻ്റെ മേൽ നാം ജയമെടുത്തേ മതിയാവും. ആ ശക്തിയുടെ മേൽ ദൈവത്തിന്റെ മക്കൾ ജയമെടുക്കണം. വീട്ടിനകത്ത് നിന്ന് പോരാടുന്ന ഒരു പോരാട്ടമാണ് കുടുംബ ജീവിതത്തെ ശിഥിലീകരിക്കുക എന്നുള്ളത്. എന്നാൽ അതിൻ്റെ മേൽ ജയമെടുക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽ അതിന് നമുക്കിടയായി തീരട്ടെ. സ്തോത്രം. 2, നാം പറ്റിച്ചേരേണ്ടത് ദൈവ മക്കളുമായിട്ട് വേണം. ദൈവജനവുമായി നാം പറ്റിച്ചേരണം. അതാ നാം ഇവിടെ വായിച്ചത്. യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് എന്ത് ചെയ്തു? പറ്റിച്ചേർന്നു. സ്തോത്രം. നമ്മൾ യോബിന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അതിൽ ആ ചെതുമ്പലുകൾ ഒന്നോടൊന്ന് പറ്റിയിരിക്കുന്നു, അവയ്ക്കിടയിൽ കാറ്റ് കടക്കയില്ല. ഏതിന്റെ? മഹാതക്രത്തിന്റെ. അത് ദൈവസഭയെ കാണിക്കുക. ദൈവസഭയിൽ ദൈവമക്കൾ ഒന്നോടൊന്ന് പറ്റിച്ചേരണം. സഹോദരങ്ങൾ തമ്മിൽ, സഹോദരിമാർ തമ്മിൽ, ദൈവമക്കൾ തമ്മിൽ പറ്റിച്ചേർന്ന് ജീവിക്കണം. അങ്ങനെ ആയിരുന്നാൽ ആ സഭ ഒരിക്കലും തകരപ്പെടുവാൻ ഇടയാകത്തില്ല. 3ാമത് പറ്റിച്ചേരേണ്ടത് പരിശുദ്ധാത്മാവിനോട്. ഞാൻ വേഗം പറഞ്ഞു വിടുക, സമയമില്ലാത്തതുകൊണ്ട്. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രൂത്തോ നവോമിയോട് പറ്റി നിന്നു. സ്തോത്രം. നവോമി ചൂണ്ടിക്കാട്ടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാ. രൂത്ത് ചൂണ്ടിക്കാട്ടുന്നത് ദൈവസഭയെയാണ്. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ പരിശുദ്ധാത്മാവിനോട് പറ്റിച്ചേരണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവിനോട് പറ്റിച്ചേർന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ആലോചന തരും, ആലോചന പറഞ്ഞു തരും. അതിന് 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. 3:1 റൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. അനന്തരം അവളുടെ അമ്മാവിയമ്മയായ നവോമി അവളോട് പറഞ്ഞത്, നവോമി രൂത്തിനോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടത്. ശ്രദ്ധിക്കണേ, ആത്മാവ് ദൂത് പറയുന്നത് നമുക്ക് ദോഷത്തിനായിട്ടല്ല. ഒരു സ്വത്രം പറഞ്ഞാട്ട്. ആത്മാവ് ആലോചന പറയുന്നത് നിനക്ക് ദോഷത്തിന് വേണ്ടി അല്ല. സ്വത്രം വന്നില്ല. നിനക്ക് നന്മയ്ക്ക് വേണ്ടിയാ, നിനക്ക് നന്നായിരിക്കാൻ വേണ്ടിയാ ആത്മാവ് ദൂത് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നവോമി രൂത്തിനോട് പറയാണ്, ആകയാൽ മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടയോ? സ്തോത്രം. നമുക്കറിയാം ആ വിശ്രാമ സ്ഥലം ഏതാ? ബോവസാണ് രൂത്തിന്റെ വിശ്രാമം. നമ്മുടെ വിശ്രാമം ആരാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്തോത്രം. അവിടേക്ക് നാം എത്രയും വേഗം ചേരാൻ പോകുകയാ. സ്തോത്രം. പക്ഷേ ഒരു കാര്യം, ഇന്ന് പകൽ ഇവിടെ കൂടി വന്നിരിക്കുന്നവരുടെ എനിക്കൊരു ദൂത് അതിൽ നിന്ന് പറയാനുണ്ട്. ഈ നവോമി പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൂത് വായിച്ച അടുത്ത വാക്യം. ആകയാൽ 3-ന്റെ 2-ാം വാക്യം. നമ്മുടെ
വായിച്ചേ. നമ്മുടെ ചാർച്ചക്കാരനല്ലയോ ആ. അവൻ ഇന്ന് രാത്രി കളത്തിലെ യവം തൂറ്റുന്നു. ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലണം. ബോവസ് രൂത്തിനെ വീണ്ടെടുക്കണമെങ്കിൽ നീ 3 കാര്യങ്ങൾ ചെയ്തേ മതിയാവും. 1, നീ കുളിക്കണം. 2, നീ തൈലം പൂശണം. 3, നീ വസ്ത്രം മാറണം. നല്ലൊരു സ്തോത്രം വന്നില്ല? 1, നീ കുളിക്കണം. കുളി. ഇന്ന് ചിലരോട് കുളിക്കാൻ പറഞ്ഞാൽ എന്തോ ഒരു മടിയാന്നറിയോ? ഞാൻ 9G ക്ലാസ് ചാർജ് എനിക്കുണ്ടായിരുന്നു. 9G പെൺപിള്ളേരുടെ ക്ലാസ്സാണ്. ഈ ഗവൺമെൻറ് മാതൃസംഗമം എന്നൊരു പരിപാടി വെച്ചിട്ടുണ്ട്. കുട്ടികളുടെയൊക്കെ അമ്മമാരെ വിളിക്കും. അവരോട് കുട്ടികളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞും ഉപദേശങ്ങൾ കൊടുക്കും. ഇതാ മാതൃസംഗമം. പല മാതൃസംഗമം നടത്തി. അതിലൊരു മാതൃസംഗമം കഴിഞ്ഞ് ഏകദേശം അമ്മമാർ വന്നിട്ടുണ്ട്. ഇവരുമായിട്ടൊക്കെ തർക്കിച്ചൊക്കെ കഴിഞ്ഞ ശേഷം ഇവരെല്ലാം പിരിഞ്ഞു പോയി. ഒരു സ്ത്രീ മാത്രം, ഒരു കുട്ടിയുടെ അമ്മ മാത്രം പോകാതെ അവിടെ നിന്ന്. ഞാൻ ആ ആൻറ്റിയുടെ അടുക്ക ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ആൻറ്റി എന്താ പോകാത്തത്? ഉടനെ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, സാർ എനിക്കൊരു ഉപകാരം ചെയ്യണം. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു, എന്നാൽ ആകുന്ന ഉപകാരം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് ചോദിക്കുക, ഞാൻ ചെയ്യാം, ഉപകാരം ചെയ്യാന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കുക, 1,00,000 രൂപ എനിക്കിപ്പോൾ വേണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൊടുക്കാനില്ല. അതുകൊണ്ട് ഞാൻ അവരോട് എന്നാൽ കഴിയുന്ന ഉപകാരം ഞാൻ ചെയ്യാം. അടുത്ത ഞാൻ ചോദിച്ചു, ആൻറ്റി എന്താ ഉപകാരം ചെയ്യേണ്ടത്? ഉടനെ ഇവരെന്നോട് പറയാ, സാറേ എൻ്റെ മോളെ ഒന്ന് ഉപദേശിക്കണം. അപ്പോൾ എനിക്കൊന്നുകൂടെ സന്തോഷം തോന്നി. ഞാനൊരു ഉപദേശിയാണ്, അവരുടെ മോളെ ഒന്ന് ഉപദേശിക്കണം പോലും. ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി ഞാൻ ഏറ്റു നിങ്ങളുടെ മോളെ ഉപദേശിക്കുന്ന കാര്യത്തിൽ ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. അടുത്ത ഞാൻ ചോദിച്ചു, ആൻറ്റി എന്തുവാ ഉപദേശിക്കേണ്ടത്? ഉടനെ ആൻറ്റി എന്നോട് പറയാ, സാറേ അവളോട് കുളിക്കാൻ പറഞ്ഞാൽ കുളിക്കത്തില്ല. ഞാൻ ആകപ്പാടെ പരുങ്ങലിലായി. കാരണം ഈ ആൻറ്റിക്ക് ഞാൻ വാക്ക് കൊടുത്തു, ഞാൻ ഉപദേശിച്ചോളാം. ഇപ്പം ഏത് കാര്യത്തിലാണ് ഉപദേശിക്കേണ്ടത്? കുളിപ്പിക്കണം ഇവളെ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുക. ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി ധൈര്യമായിട്ട് പൊക്കോ, അവളെ കുളിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. ഇവരൊക്കെ പോയി. പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ ചെന്നു. ക്ലാസ്സിൽ ചെന്ന പാടെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ സബ്ജക്റ്റ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. യു ലൈക്ക് മോസ്റ്റ് മൈ സബ്ജക്റ്റ്, അതായത് മാത്തമാറ്റിക്സ് എൻ്റെ സബ്ജക്റ്റ് ആകണ്ടോ. ഞാൻ ക്ലാസ്സിൽ ചെന്ന പാടെ മാത്സ് പഠിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ മനസ്സിൽ കിടക്കുന്ന ചിന്ത, ഇവളെ എനിക്ക് കുളിപ്പിക്കണം. ഞാൻ ചെന്ന പാടെ ഇവളോട് പറയാറ്, നിന്റെ അമ്മ ഇന്നലെ മാതൃസംഗമത്തിന് വന്നപ്പോൾ നീ കുളിക്കത്തില്ലെന്ന് പറഞ്ഞു, കാര്യം ശരിയാണോ എന്ന് ചോദിച്ചു പോയാൽ, അന്ന് വൈകിട്ട് 3:30 സ്കൂൾ വിട്ടവൾ വീട്ടിൽ ചെന്ന് അമ്മ പറഞ്ഞിട്ട് അനുസരിക്കാത്തവൾ, ക്ലാസ് ടീച്ചറും കൂടെ ഈ വിവരം അറിഞ്ഞു എന്ന് ഇവൾ മനസ്സിലാക്കിയാൽ അമ്മയെ ഇരുത്തി പൊറപ്പിക്കത്തില്ല. അതുകൊണ്ട് ഞാനൊരു അടവ് ഉപയോഗിച്ചു. ഞാൻ ഇവളെ പൊക്കിയേയില്ല. ഞാൻ ക്ലാസ്സിൽ ചെന്ന പാടെ അങ്ങ് പഠിപ്പിക്കാൻ തുടങ്ങി. പഠിപ്പിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ചോദ്യം ബോർഡിൽ എഴുതി. അതിൻ്റെ ഉത്തരം എഴുതാൻ, ആൻസർ എഴുതാൻ ഇവളെ ഞാൻ പൊക്കി. ഞാൻ പറഞ്ഞു, നീ വന്ന് ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറഞ്ഞു. എൻ്റെ മനസ്സിൽ കിടക്കുന്ന ചെന്നാൽ ഇവളെ എനിക്ക് കുളിപ്പിക്കണം. ഇവളെ ഉത്തരം എഴുതിപ്പിക്കാൻ വേണ്ടിയല്ല, കുളിപ്പിക്കണം. ഇവളെ എൻ്റെ അടുക്കൽ വന്ന് പേടിച്ചു വിറച്ച് വരിക, ഉത്തരം എഴുതണ്ടേ. പേടിച്ചു വിറച്ച് എൻ്റെ അടുക്ക വന്നു, മേശയുടെ അടുക്ക വന്നു. ഞാൻ ചോക്ക് കൊടുത്തില്ല, ബോർഡിൽ എഴുതാൻ ചോക്ക് കൊടുത്തില്ല. ഇവളെൻ്റെ സമീപേ വന്ന്, സാർ ചോക്കെന്ന്. ഇവളെൻ്റെ അടുക്ക വന്നപ്പോൾ ഞാൻ പതുക്കെ അവളോട് പറഞ്ഞു, എടി ഇവിടെ ഏതാണ്ട് നാറുന്നല്ലോ. അപ്പം അവൾ എന്നോട് പറഞ്ഞു, അവള് ആ മേശയുടെ കീഴെ നോക്കി, എൻ്റെ കസേരയുടെ കീഴെ നോക്കി, അവളുടെ ബെഞ്ചിന്റെ കീഴെ നോക്കി, ഡെസ്കിന്റെ കീഴെ നോക്കി. എന്നിട്ട് അവൾ എന്നോട് പറയാ, സാർ ഇവിടെ ഒരു പാറ്റായും പല്ലിയും എലിയും ഒന്നും ചത്ത് കിടപ്പില്ല, ഞങ്ങൾക്കാർക്കും ഒരു നാറ്റമില്ല, പിന്നെ സാറിന് മാത്രം അത്ര വലിയ നാറ്റം. ഞാൻ പതുക്കെ അവളോട് ചോദിച്ചു, ഇന്ന് നീ കുളിച്ചില്ലേടി? അവൾ പറയാ, ഇല്ല സാർ,
ഞാൻ വിട്ടില്ല, എനിക്ക് അവളെ കുളിപ്പിച്ചേ വെക്കുള്ളൂ. അതുകൊണ്ട് 2, ഇന്നലെ നീ കുളിച്ചോ? അവള് പറയാ ഇല്ല സാർ, ഇന്നലെയും കുളിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചുമ്മാതല്ല നാറുന്നത് ഇവിടെ. ഞാൻ വിട്ടില്ല, ചൂരലെടുത്തു, മേശപ്പുറത്ത് ചൂരലെടുപ്പുണ്ട്, ചൂരലെടുത്തു. ഇന്ന് ചൂരലൊന്നും ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ചൂരലെടുത്തു, 2 വീശൊക്കെ ആകാശത്ത് വീശിയച്ച് കണ്ണൊക്കെ ഉരുട്ടി ഞാൻ ഇവളോട് പറഞ്ഞോടി എത്ര നാളായി നീ കുളിച്ചിട്ട് സത്യം പറയാൻ. അവൾ ഈ വിരലിൻ്റെ അറ്റം കൊണ്ട് തലയുടെ പുറവശം ഇങ്ങനെ ചൊറിഞ്ഞേച്ച്, പേനായിരിക്കും എന്തോ ചൊറിഞ്ഞേച്ച് പറയുക സാർ ഓർമ്മയില്ല, കുളിച്ച ഡേറ്റ് ഓർമ്മയില്ലെന്ന്. ഞാൻ വിട്ടില്ല, ഞാൻ വെരട്ടി പറഞ്ഞു നാളെ കുളിച്ചല്ലാതെ നീ എന്റെ കണ്ണിൻ വെട്ടത്ത് വന്നേക്കരുത്. അതങ്ങ് ഏറ്റു ഫലിച്ചു കേട്ടോ. അടുത്ത ദിവസം ഞാൻ സ്കൂളിൽ പോയി, ബെല്ലടിച്ചില്ല, സ്റ്റാഫ് റൂമിൽ ഞാൻ ഇരിക്കുക. ബെല്ലടിച്ചിട്ട് വേണമല്ലോ ക്ലാസ്സിലോട്ട് പോകാൻ. അപ്പോൾ സ്റ്റാഫ് റൂമിൻ്റെ മുമ്പിൽ ഒരു വരാന്തയുണ്ട്. അപ്പോൾ ബെല്ലടിക്കുന്നതിന് മുമ്പ് ഞാൻ സ്റ്റാഫ് റൂമിൽ എൻ്റെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ആ വരാന്തയിൽ കൂടെ അങ്ങോട്ട് നടക്കും, കുറേ കഴിയുമ്പം ഇങ്ങോട്ട് നടക്കും, പിന്നെ കുറേ കഴിയുമ്പം വീണ്ടും അങ്ങോട്ട് നടക്കും, പിന്നെ കുറേ കഴിയുമ്പം ഇങ്ങോട്ട് നടക്കും. ഞാൻ ഇവിടെ ശ്രദ്ധിച്ചു സ്റ്റാഫ് റൂമിൽ നിന്നുണ്ട്, എടാ ഇവക്ക് എന്നെ തലയ്ക്ക് വെട്ടാണോ? ക്ലാസ്സിൽ പോയി ഇരിക്കാനുള്ളതിന് അവൾ വരാന്തയിൽ കൂടെ ക്ലാസ് റൂം, അത് സ്റ്റാഫ് റൂമിൻ്റെ വരാന്തയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഞാൻ ഇവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ആരാ കക്ഷി? ഇന്നലെ കുളിക്കാതെ വന്നവള്, എൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടി. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാന്തയിൽ കൂടെ നടക്കുന്ന എന്തിനാണെന്നറിയാം? സാറ് കണ്ടോളാൻ ഞാൻ കുളിച്ചിട്ടാ വന്നേക്കുന്നത്. ഇന്ന് കുളിക്കാൻ പറഞ്ഞാൽ എന്തോരു മടിയാന്നറിയാം. വെള്ളമൊഴിച്ച് സോപ്പ് തേച്ച് കുളിക്കുന്ന കുളിയല്ല ഞാൻ ഈ പറയാൻ പോകുന്നത്. സ്നാനം. ബോവസ് നിന്നെ വീണ്ടെടുക്കണമെങ്കിൽ, കർത്താവ് നിന്നെ വീണ്ടെടുക്കണമെങ്കിൽ നീ സ്നാനപ്പെട്ടേ മതിയാവും. കരമുയർത്തിയൊരു ഹല്ലേലൂയ പറ. സ്നാനപ്പെടാത്ത ഒരൊറ്റ വ്യക്തിയെ കർത്താവ് ചേർക്കത്തില്ല. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 53-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു മർമ്മം കിടപ്പുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 53-ാമത്തെ വാക്യം വായിച്ചേ. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ എന്തില്ല? ജീവനില്ലെന്ന്. ജീവനില്ല. മനുഷ്യപുത്രന്റെ മാംസം, അതായത് യേശുവിന്റെ മാംസം, അതായത് യേശുവിന്റെ രക്തം, ആ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ എന്തില്ല? ജീവനില്ല. അടുത്ത വാക്യം, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം എന്തുകൊണ്ടെന്നാ? നിത്യജീവനുണ്ട്. അതായത് കർത്തൃമേശ. അവന്റെ മാംസം തിന്നി അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരുമേശ എടുക്കുന്നവർക്കെല്ലാം എന്തുണ്ട്? നിത്യജീവനുണ്ട്. അടുത്ത വാക്യം അതെല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കണം കേട്ടോ ബൈബിളില്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ എന്ത് ചെയ്യുമെന്ന? ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന്. ആരെ? കർത്തൃമേശ എടുക്കുന്നവരെ. കർത്തൃമേശ എടുക്കാത്ത ഒരൊറ്റ വ്യക്തിക്ക് ഉയർത്തെഴുന്നേൽപ്പില്ല. കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ അവൻ മൺമറഞ്ഞ സ്ഥാനത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരണമെങ്കിൽ, ജീവനോടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ നീ കർത്തൃമേശ എടുത്ത വ്യക്തിയായിരിക്കണം. ഒരല്ലേലിയ പറാശക്തിയാണ്. പക്ഷെ കർത്തൃമേശ എടുക്കണമെങ്കിൽ അതിനൊരു പ്രമാണമുണ്ട്. കർത്തൃമേശ എടുക്കണമെങ്കിൽ അതിനൊരു പ്രമാണമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും, പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞത്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോരുത്തരും സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അവിടെ വായിക്കുന്ന അവർ വക്രതയിൽ കോട്ടമുള്ള തലമുറയിൽ നിന്ന് വേർപെട്ട ശേഷം അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അടുത്തത് കൂട്ടായ്മ
ആചരിച്ചു. അടുത്തത് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോയി. അപ്പം നുറുക്ക് എപ്പോഴാ? അപ്പം നുറുക്ക് എപ്പോഴാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ച്, ആമേൻ, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് വേർപാട് പാലിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിക്കുന്നവർക്ക് കർത്തൃമേശ. ഇന്ന് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, ആർക്കും കർത്തൃമേശ എടുക്കാവുന്ന. സ്തോത്രം. ദുരുപദേശങ്ങൾ ദൈവജനത്തിൻ്റെ ഇടയിൽ കടന്നു കൂടുമ്പോൾ ഇന്ന് പകൽ വേർപെട്ട ദൈവമക്കളെ, ദുരുപദേശങ്ങൾക്കെതിരെ ശക്തിയോടെ നിൽക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽ നമുക്കൊരു തീരുമാനം ദൈവത്തിൽ എടുക്കാം. ഓരോ ദുരുപദേശത്തിൻ്റെയും പിന്നാലെ പോകുവാൻ ഞാൻ എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുകയില്ല എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാം. പ്രൈസ് ദി ലോർഡ്. തമ്മിൽ തമ്മിൽ കരം കൊടുത്തൊന്ന് പറ, ദുരുപദേശങ്ങൾക്ക് പിന്നാലെ പോകരുത്. സ്വോത്രം. ഇന്ന് പരക്കം പാച്ചില്ല. സ്വോത്രം. അവിടെ അത്ഭുതം ഇവിടെ അത്ഭുതം കേട്ട് കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ ഓടുക. ഇവരുടെയൊക്കെ മുമ്പിൽ കൊണ്ട് തല കുനിച്ചു കൊടുക്കുക, തല കൈവച്ച് പ്രാർത്ഥിച്ചോളാൻ. ഒറ്റ എണ്ണം തലയെ കൈവപ്പിക്കരുത്. ബന്ധനം വീഴും, ബന്ധനം. ദുരുപദേശക്കാരുടെ മുമ്പിൽ ചെന്ന് തലകുനിച്ചു കൊടുക്കരുത്, ബന്ധിക്കപ്പെടും. സ്തോത്രം. ദുരുപദേശം ഇന്ന് മാത്രമല്ല, ഒന്നാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. അവൻ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിച്ചാൽ ദുരുപദേശത്തിനെതിരെ താൻ എഴുതിയ ഒരു ലേഖനമാണ്. 1 യോഹന്നാൻ 2-ന്റെ 26-ാം വാക്യം. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. കണ്ടോ, എന്തിനാ ലേഖനം യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയത്? നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഈ ലേഖനം എഴുതുന്നു. അപ്പൊ തെറ്റിക്കുന്നവർ അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ തെറ്റിച്ചവർ തന്നെയാണ് ഇന്നും ഉള്ളത്. അതേ ഉപദേശം. അന്ന് തെറ്റിച്ചവരാരാ? യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് വിശ്വസിക്കാത്ത വഞ്ചകന്മാർ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അവരോട് കുശലം പറയുകയോ അവരെ വീട്ടിൽ കൈക്കൊള്ളുകയോ ചെയ്യരുത്. ഇന്നും വന്നിരിക്കുക. ഇന്നൊരു ഉപദേശക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് സുവിശേഷത്തിലെ യേശുവിനെ അല്ല. യൂട്യൂബിൽ കയറിയ കാണാം. ഞങ്ങൾ പ്രസംഗിക്കുന്നത് പൗലോസിന് വെളിപ്പെട്ട ക്രിസ്തുവിനെ, ലേഖനത്തിലെ ക്രിസ്തുവിനെയാണ്. എടാ മണ്ടച്ചാരെ, സുവിശേഷത്തിലെ ക്രിസ്തു ഇല്ലാതെ യേശു ഇല്ലാതാണോ ലേഖനത്തിലെ ക്രിസ്തു ഉണ്ടായത്? പൗലോസിന് വെളിപ്പെട്ട യേശു ക്രിസ്തു സുവിശേഷത്തിലെ ബേത്ലഹേമിൽ മറിയയിൽ ജാതനായ യേശുവാൻ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ. ദുരുപദേശങ്ങൾ ഒത്തിരി ഉണ്ട്, ഇന്നുമുണ്ടത് ദുരുപദേശങ്ങൾ. എന്നാൽ അതിൻ്റെ പിന്നാലെ നാം പോകരുത്. സ്തോത്രം. നമുക്കൊന്ന് മടങ്ങി വരാം. മൂന്നാമത് നാം പറ്റിച്ചേരേണ്ടത് പരിശുദ്ധാത്മാവിനോട്. സ്തോത്രം. കുളിച്ച് തൈലം പൂശി അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചു വേണം ബോവസ് വീണ്ടെടുക്കാൻ പോകുന്നത്. കൃപയാൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയുടെ വസ്ത്രം ധരിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യത്തെ തന്നതോർത്ത് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. സ്തോത്രം. ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്തവർ ഈ ദിവസങ്ങൾ അഭിഷേകം പ്രാപിച്ചോണം. ഇന്ന് പകൽ അഭിഷേകം പ്രാപിച്ചോണം. സ്തോത്രം. ആത്മനിറവിൽ നീ ആയിക്കഴിഞ്ഞാൽ, സ്തോത്രം, ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ തൊടുവാൻ സാധ്യമല്ല. ആമേൻ. നാലാമത് നാം പറ്റിച്ചേരേണ്ടത്, ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. എലയാസർ അവന്റെ കൈ തളർന്ന് വാളോട് പറ്റിച്ചേരും വരെ അവൻ ഫെലിസ്ത്യരെ വെട്ടി. യുദ്ധക്കളത്തിലായിരുന്ന ഇസ്രായേൽ മക്കൾ യുദ്ധം മുറുകിയപ്പോൾ പിന്നോട്ടോടി.
എന്നാൽ ദാവീദിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്ത ഒരുവനാണ് എലയാസർ. അവിടെ വായിക്കുന്നത് അവന്റെ കൈ തളർന്ന വാളോട് പറ്റിച്ചേർന്നു. സ്തോത്രം. കൈ തളർന്ന് വാളോട് പറ്റിച്ചേർന്നു. ദൈവമക്കളെ, നാം നാലാമതായി പറ്റിച്ചേരേണ്ടത് സർവായുധ വർഗത്തോടാണ്. ആമേൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, ഈ 4 പൈശാചിക ട്രൂപ്പിനോട് പോരാടി ജയിക്കണമെങ്കിൽ സർവായുധ വർഗം നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. ആത്മാവിന്റെ ആയുധങ്ങൾ നമുക്ക് ആവശ്യമാണ്. ആ ആയുധമേന്തി യുദ്ധം ചെയ്യുന്ന, പോർക്കളത്തിൽ അടരാടുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. സ്തോത്രം. ഒരു പോരാട്ട കളത്തില നമ്മളായിരിക്കും. വി ആർ ഓൾ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. ഒരു യുദ്ധക്കളത്തില നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ദൈവമേ, നീ പാട്ട് പാടുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ വചനം വായിക്കുമ്പോൾ, ആമേൻ, നീ സാക്ഷിക്കുമ്പോൾ, നീ പ്രബോധിപ്പിക്കുമ്പോൾ, നീ സുവിശേഷം പറയുമ്പോൾ പിശാച് തോറ്റുപോകുകയാണ്. ഒരല്ലിയ വന്നില്ല. സ്തോത്രം. നാം ഒരു യുദ്ധക്കളത്തിൽ അവിടെ നമ്മുടെ കൈ എന്ത് ചെയ്യണം? വാളോട്, ആയുധത്തോട് പറ്റിച്ചേരണം. 5ാമത് നാം പറ്റിച്ചേരേണ്ട വിഷയമാണ് 91 സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവൻ എന്നോട് 14 വാക്യത്തിൽ, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. നാം ദൈവത്തോട് പറ്റിച്ചേരണം. ദൈവത്തോട് പറ്റിച്ചേരണം. ഞാൻ മടങ്ങി വരട്ടെ. സ്തോത്രം. ഇവിടെ ദാവീദിനോട് യോനാഥാന്റെ മനസ്സ് പറ്റിച്ചേർന്നു. ആ ദാവീദിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ദാവീദ് കൊട്ടാരത്തിൽ വരാനുള്ള കാരണം എന്നാ? ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 17-ാമത്തെ വാക്യം. 1 ശമൂവേൽ 17-ാം അധ്യായം 17-ാം വാക്യം. യിശ്ശായി തന്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്ക. സോദരം, യിശ്ശായി തൻ്റെ 8ാമത്തെ മകനായ ദാവീദിനെ വിളിച്ച് ഒരു പറ മലരും അപ്പം 10 എടുത്ത് അവന്റെ കൈവശം കൊടുത്തേച്ച് പറഞ്ഞു, നീ ഏലാ താഴ്വരയിൽ നിന്റെ ചേട്ടന്മാര് യുദ്ധക്കളത്തിലായിരിക്കുക. നീ ചെന്ന് എന്ത് ചെയ്യണം? അവരുടെ ക്ഷേമം അന്വേഷിച്ച് മടങ്ങി വരണം. അല്ലേ? അങ്ങനെയാണോ? അല്ല. വാക്യം വായിച്ചേ. നീ ചെന്ന് ക്ഷേമം അന്വേഷിച്ച് ലക്ഷ്യവും വാങ്ങി വരണം. അങ്ങനല്ലേ വാക്യം? സ്തോത്രം. യിശ്ശായി തന്റെ മകനോട് പറഞ്ഞു വിടുക, ദാവീദേ, നീ ഏലാത്താഴ്വരെ ചെന്ന് അച്ചാച്ചന്മാരുടെ ക്ഷേമം ചോദിക്കണം. പിന്നെ എന്തോടെ ചോദിക്കണം? ലക്ഷ്യം വാങ്ങണം. ലക്ഷ്യം. ഇന്ന് പലർക്കും അതില്ല. ക്ഷേമം ചോദിക്കും. അല്ലേ? നമ്മളവിടെ ഒരു സഹോദരനെ കണ്ടാൽ, ഒരു സഹോദരിയെ കണ്ടാൽ എന്താ ചോദിക്കുന്നത്? സഹോദരനെ കണ്ടാൽ ചോദിക്കും, വീട്ടിൽ എന്തുകൊണ്ട് വിശേഷം? ഭാര്യയ്ക്ക് സുഖമാണോ? കുഞ്ഞുങ്ങൾക്ക് സുഖമാണോ? അവരുടെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? വിദേശത്ത് നിന്ന് ഡോളറൊക്കെ വരുന്നുണ്ടോ? അല്ലേ? സഹോദരിമാർ കണ്ടാൽ ചോദിക്കും, ഭർത്താവിന് സുഖമാണോ? കുഞ്ഞുങ്ങൾക്ക് സുഖമാണോ? എങ്ങനെയുണ്ട്? ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്? നമ്മൾ പലതിങ്ങനെ നമ്മൾ കാണുന്ന സഹോദരിമാരോടൊക്കെ ചോദിക്കാറുണ്ട്. ഇതെല്ലാം ക്ഷേമം. ലക്ഷ്യം ആരും ചോദിക്കാറില്ല. എന്തുവാ നമ്മുടെ ലക്ഷ്യം? ഇവിടെ ഗോതമ്പുണ്ടയും തിന്നുണ്ട്. ഇന്ന് ഗോതമ്പുണ്ട അല്ല, ജയിലില് പട്ടാളത്തിൽ ചപ്പാത്തിയും കഴിച്ച്, ദാലും കഴിച്ച്, ചിക്കനും കഴിച്ച്, ആ മഞ്ഞും കൊണ്ട്, വെയിലും കൊണ്ട് ഏലാത്താഴ്വരയിൽ കിടക്കുന്ന നിങ്ങൾക്ക് ഭക്ഷണം കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന് മാത്രമല്ല ചോദിച്ചു. അത് ചോദിക്കണം എന്ന് മാത്രമല്ല ചോദിക്കാൻ പറഞ്ഞത്. അവരുടെ ക്ഷേമം ചോദിക്കണം. ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് ചോദിക്കണം. പക്ഷേ ലക്ഷ്യം വാങ്ങാതെ വരരുത്. എന്താ ലക്ഷ്യം?
എന്താ ലക്ഷ്യം? മുന്നിലൊരു ശത്രു ഇരിപ്പുണ്ട്, മുന്നിലൊരു ശത്രു വെല്ലുവിളിച്ച് നിൽക്കുകയാ. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ നേർക്ക്, നിന്റെ കുടുംബത്തിന്റെ നേർക്ക്, നിന്റെ തലമുറയ്ക്ക് നേർക്ക് വെല്ലുവിളിച്ച് നിൽക്കുന്ന അന്ധകാര ശക്തിയെ കണ്ടിട്ട് ക്ഷേമം മാത്രം നോക്കി ഇരിപ്പാനല്ല, അതിന്റെ മേൽ ജയമെടുക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം ശത്രുവിനെ തകർക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ അന്തർഭാഗത്ത് വ്യാപരിക്കുന്ന ഇരുളിന്റെ ശക്തികളുടെ മേൽ എൻ്റെ കർത്താവ് ജയം തരികയാണ്. നിന്റെ തലമുറയുടെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയുടെ മേൽ എൻ്റെ ദൈവം ഇന്ന് പകൽ വിടുതൽ തരുന്ന ആമേൻ പകൽക്കാലമാ. സ്തോത്രം. യെസ് 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 യെസ്. ലക്ഷ്യം നഷ്ടപ്പെടരുത്, ലക്ഷ്യം നഷ്ടപ്പെടരുത്. നമ്മുടെ ലക്ഷ്യം ആമേൻ ശത്രുവിനെ തകർക്കുക. പ്രൈസ് ദി ലോർഡ്. ജീസസ്. ആമേൻ. ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ. അപ്പനായ ഇസായി ഇളയ മകനായ ദാവീദിനോട് പറയുക, ദാവീദേ നീ മലര് അച്ചാച്ചന്മാർക്ക് കൊടുക്കണം, പാൽക്കട്ട 10 അപ്പം 10 സഹസ്രാധിപന് കൊടുക്കണം, എന്നിട്ട് നീ അവരുടെ ക്ഷേമം അന്വേഷിച്ച് ലക്ഷ്യവും വാങ്ങി വരണം. സ്തോത്രം. ഇസായി പുറപ്പെട്ടു. അവിടെ ചെന്നു മലരൊക്കെ കൊടുത്തു, അപ്പവും കൊടുത്തു. ഇവർ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ദാവീദ് എന്ത് ചെയ്യുന്നറിയാം? ദാവീദ് നേരെ ഈ പട്ടാളത്തിൻ്റെ യുദ്ധക്കളത്തിൻ്റെ മുൻനിരേ വന്ന് അവനിങ്ങനെ നോക്കി. അപ്പോൾ ഒരു മല്ലനായ ഒരു ഫെലിസ്ത്യൻ വന്ന് നിന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുകയാ. ശ്രദ്ധിക്കണേ, ഈ മല്ലനായ ഗോലിയാത്ത് വന്ന് നിന്ന് ഇസ്രായേൽ നിരയെ വെല്ലുവിളിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന യോദ്ധാക്കൾ എല്ലാവരും പുറകോട്ട് പോകുകയാ. എന്തിനാ ഇവർ വന്നിരിക്കുന്നത്? യുദ്ധം ചെയ്യാൻ വന്നിരിക്കുക. പക്ഷെ യുദ്ധം മുറുകിയപ്പോൾ മുൻനിരയിൽ നിന്നവർ എവിടോട്ട് പോയി? പുറകോട്ട്. ദൈവമക്കളെ, ആയുധം ഏന്തിയ വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞ് പോയപ്പോൾ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നത് നിമിത്തം ദൈവത്തിന്റെ പൈതല് ശത്രുവിന്റെ ആരവാരത്തിന്റെ മുമ്പിൽ, ശത്രുവിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ പുറകോട്ട് പോകാൻ അല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ശത്രുവിന്റെ ആരവാരം കേട്ടപ്പോൾ ശ്രദ്ധിക്കണേ. ഈ ശിംശോനെ ബന്ധിച്ചു കൊണ്ടുവന്ന് നിർത്തി. ശിംശോനെ സ്വന്തക്കാർ ബന്ധിച്ചു കൊണ്ടുവന്ന് നിർത്തി. ബന്ധിച്ചവനായി ശിംശോനെ കണ്ടപ്പോൾ ഫെലിസ്ത്യർ എന്ത് ചെയ്തെന്നാ? ആർത്തു. അല്ലേ? ഫെലിസ്ത്യർ ആർത്തു. ആ വാക്യം ഒന്ന് വായിച്ചേ. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 13-ാം വാക്യം. ന്യായാധിപന്മാർ 15-ന്റെ 13-ാമത്തെ വാക്യം. 15-ാം അധ്യായം 13-ാം വാക്യം. ദലീലാ ശിംശോനോട്, ന്യായാധിപന്മാരുടെ പുസ്തകം 15. കൊല്ലുകയില്ല, നിങ്ങൾ നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കയേ ഉള്ളൂ. ശിംശോനെ ബന്ധിച്ചത് ആരാ ബന്ധിച്ചേ? ഫെലിസ്ത്യരല്ല, അവന്റെ സ്വന്ത ജനം, സ്വന്തക്കാരാ ബന്ധിച്ചത്. സ്തോത്രം. നിന്നെയും എന്നെയും ബന്ധിക്കാൻ നോക്കുന്നത് അന്യരല്ല, സ്വന്ത ജനമാ. പ്രൈസ് ദി ലോർഡ്.
Praise the Lord. സ്വന്തക്കാര്, കൂട്ടുവിശ്വാസി, ആമേൻ, കൂടെ ആരാധിക്കുന്ന വ്യക്തി, കൂട്ടു കുടുംബത്തിലുള്ള വ്യക്തികൾ, ആമേൻ, നിന്നെ ബന്ധിക്കാൻ, നിന്റെ ഉയർച്ചയെ തകർക്കാൻ പൊരുതുമ്പോൾ ഇല്ലില്ല. ശിംശോൻ ഒന്നറിയാം, അവന്റെ കയ്യെ അവർ ബന്ധിച്ചെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ശിംശോന്റെ മേൽ ഇറങ്ങി വന്നു. എങ്ങനെ വന്നതാ? അടുത്ത വാക്യം വായിച്ചേ. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. ആരെ കണ്ടിട്ട്? ബന്ധിക്കപ്പെട്ട ശിംശോനെ കണ്ടിട്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്നെ ബന്ധിക്കപ്പെട്ട നിലയിൽ കാണാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. നമ്മുടെ ദൈവം അത് അനുവദിക്കുന്നവൻ അല്ല. Praise the Lord. ഒരു ദൈവത്തിന്റെ പൈതൽ ബന്ധിക്കപ്പെടാൻ ദൈവം അനുവദിക്കുന്നവനല്ല. സ്തോത്രം. ആമേൻ. അവൻ നിന്റെ ബന്ധനങ്ങളെ അറുക്കുന്നവനാ, നിന്റെ ബന്ധനങ്ങളെ കത്തിച്ചു കളയുന്നവനാ. ആമേൻ. ഈ വേദഭാഗം മറിക്കരുത്. 107 സങ്കീർത്തനം, ആമേൻ, അതിന്റെ 14 വാക്യം ഒന്ന് വായിച്ച്. 107 സങ്കീർത്തനം അതിന്റെ 14 വാക്യം. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ എന്ത് ചെയ്തെന്നാ? ഒരു കരമുയർത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. നിന്റെ ബന്ധനങ്ങളെ അറുക്കുന്നവനാ നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. നീ ബന്ധിക്കപ്പെടാൻ, നിന്റെ തലമുറ ബന്ധിക്കപ്പെടാൻ, നിന്റെ കുടുംബം ബന്ധിക്കപ്പെടുവാൻ, നിന്റെ ബിസിനസ് ബന്ധിക്കപ്പെടാൻ, നിന്റെ ശുശ്രൂഷ ബന്ധിക്കപ്പെടാൻ എൻ്റെ ദൈവം അനുവദിക്കുന്നവനല്ല. സ്തോത്രം. നിന്റെ വരുമാനം ബന്ധിക്കപ്പെടാൻ എൻ്റെ ദൈവം അനുവദിക്കുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. എന്താ സംഭവിച്ചത്? ബന്ധിക്കപ്പെട്ട ശിംശോനെ കണ്ടപ്പോൾ ഫെലിസ്ത്യർ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ ആത്മാവ്, the spirit of God, ശിംശോന്റെ മേൽ ഇറങ്ങി വന്നു. ആമീൻ. അവന്റെ കൈമേൽ ബന്ധിച്ചിരുന്ന, ആമീൻ, ആ ബന്ധനം, പുതിയ കയറ് കൊണ്ടുള്ള, ആ 2 കയറുകൾ കൊണ്ടുള്ള ബന്ധനം തീ കൊണ്ട് കരിഞ്ഞ ചണനൂല് പോലെ അവന്റെ കയ്യിൽ നിന്ന് ദ്രവിച്ച് താഴെ പോയെങ്കിൽ ശിംശോന്റെ മേൽ ഇറങ്ങി വന്ന ആത്മാവ് തീയായിട്ടാ വന്നത്. ഒരു നല്ലൊരു ഹല്ലേലൂയ വന്നില്ല. ആമേൻ. ശിംശോന്റെ മേൽ വന്ന ആത്മാവ് തീയായിട്ടാ വന്നത്. എന്തിനാ? അവനെ ബന്ധിച്ച ബന്ധനത്തെ കരിക്കാൻ. അങ്ങനെ ഇന്ന് പകൽ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, ഇതിനകത്തൊരു വലിയ ആത്മാവ്യാപാരം ദൈവം പകരാൻ പോകുകയാണ്. ഒരു ആത്മാവിൻ്റെ തീ നമ്മുടെ മധ്യത്തിൽ കത്തുവാൻ പോകുകയാണ്. ആമേൻ. ഒരു ആത്മശക്തി നമ്മുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. അത് ഇപ്പോൾ ആമേൻ. നിന്റെ ബന്ധനങ്ങളെ അറുക്കത്തക്ക നിലയിൽ, ബന്ധനങ്ങളെ കത്തിച്ച് കളയത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് തീയായി. Fire! Fire! ആത്മാവിന്റെ തീ. യെസ്. ബന്ധനങ്ങൾ കത്തട്ട്. ജീസസ്. ശരദലബഹത്തുനായ അന്തലാദമാന വൈഡമനഗദിയ. Oh, hallelujah. Amen. Yes. Praise the Lord. കരമുയർത്തുന്ന ഹല്ലേലൂയ പറ. ഒരു ദൈവ പൈതലിനെ ബന്ധിക്കാൻ ദൈവം അനുവദിക്കുന്നവനല്ല. ഒരു സ്വതന്ത്രം വന്നില്ല. ഒരു ദൈവ പൈതൽ ബന്ധിക്കപ്പെട്ട് കിടക്കാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുന്നവനല്ല. ആമേൻ. ഇന്ന് ബന്ധനം പല രീതിയിലാണ്. നമ്മൾ ധരിക്കുന്ന പോലെ ശിംശോനെ ബന്ധിച്ച പ്രകാരം കയർ കൊണ്ടുവന്ന് നമ്മെ ബന്ധിക്കുന്നതല്ല. രോഗമിട്ട് സ്തോത്രം. രോഗമിട്ട്
പിശാച് നിന്നെ ബന്ധിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങുന്ന ആത്മതീക്കകത്ത്, ആത്മാവിന്റെ തീക്കകത്ത് നിന്നെ ബന്ധിച്ച രോഗം എന്ത് തന്നെയായാലും അതിന്ന് രാത്രി പകൽ ഇവിടെ നിന്ന് ദ്രവിച്ച് അവൻ കത്തിക്കരിഞ്ഞ് അവൻ മാറാൻ പോകുകയാണ്. ആത്മാവിന്റെ തീ. Praise the Lord. സ്തോത്രം. Praise the Lord. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ബന്ധനം, രോഗത്തിന്റെ ബന്ധനം. സ്തോത്രം. ഒരിക്കൽ പള്ളിയിൽ കൂനിയായ ഒരു സ്ത്രീ, യേശു അവളെ കണ്ടു. യേശു അവളുടെ അടുക്കൽ ചെന്ന് അവളെ തൊട്ടു. എന്നിട്ട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ബന്ധനം, കൂനിയാക്കുന്ന ബന്ധനം, നമ്മെ തകർക്കാൻ പോരാടുന്ന ശാരീരികമായ രോഗങ്ങളിട്ട് അനാരോഗ്യകരമായ അവസ്ഥകളെ സൃഷ്ടിച്ചുകൊണ്ട് നിന്നെ തകർക്കാൻ ബന്ധിക്കുന്ന ശത്രുവിന്റെ ബന്ധനമുണ്ട്. ഇന്ന് പകൽ നാം അതിന്റെ മേൽ ജയമെടുത്തേ മതിയാവും. സ്തോത്രം. നിന്റെ തലമുറ, നിക്കണേ, നിന്റെ തലമുറ രോഗിയായി കിടക്കുന്നത് കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ തുണയാളി രോഗിയായി കിടക്കുന്നത് കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ രോഗിയായി കിടക്കുന്നത് കാണാൻ നീ താല്പര്യപ്പെടുന്നുണ്ടോ? സ്തോത്രം. നിന്റെ സഹോദരങ്ങൾ രോഗിയായി കിടക്കുന്നത് കാണാൻ നീ വാഞ്ചിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് പകൽ ഈ ആത്മതീക്കകത്ത്, ആത്മാവിന്റെ തീക്കകത്ത് ആ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറാൻ, കത്തി മാറാൻ, ദ്രവിച്ചു മാറാൻ. Yes! Fire! Oh! Fire! Sarababa. Right now. Oh. Jesus. Oh, Rababa Hatunadas. Praise the Lord. രോഗം പിശാച് കൊണ്ടിരുന്ന ബന്ധനമാണ്. Praise the Lord. ശിംശോനെ ബന്ധിച്ച ബന്ധനം. ആത്മാവ് അവന്റെ മേൽ തീയായി ഇറങ്ങി വന്നപ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനോട് നിങ്ങൾ പറയുന്നു, നിന്റെ നടുവിന്റെ വേദന, നിന്റെ ഈ വാരിയല്ലുകൾക്കിടയിൽ ആമൻ ഗ്യാസ് കയറി തടഞ്ഞു നിൽക്കുന്നത് പോലെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, വിമ്മിഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമേ, നിന്റെ നടുവിന്റെ വേദനകൾ ഇന്ന് പകൽ ആത്മാവിന്റെ തീക്കകത്ത് അത് ദഹിച്ചു മാറാൻ പോകുകയാ ഇപ്പോൾ. Fire! ആത്മാവിന്റെ തീ. Yes. Praise the Lord. ശ്രദ്ധിക്കണേ ഇവിടെ ശ്രദ്ധിച്ചാട്ട്. സ്തോത്രം. ശിംശോന്റെ മേൽ വ്യാപരിച്ച ആമിന ബന്ധനത്തെ, അവന്റെ മേൽ പകരപ്പെട്ട ആത്മാവിന്റെ തീക്കകത്ത് അത് ദ്രവിച്ചു മാറി, ദഹിച്ചു മാറി, കത്തിച്ചാമ്പലായി മാറി. നമുക്ക് പിശാചിനെ നോക്കിയൊന്ന് പറയാം, പിശാചെ, നീ എന്നെ ബന്ധിച്ച ബന്ധനം, നീ എന്റെ തലമുറയെ ബന്ധിച്ച ബന്ധനം, നീ എന്റെ കുടുംബത്തെ ബന്ധിച്ച ബന്ധനം ഇന്ന് പകൽ ആത്മാവിന്റെ തീക്കകത്ത്. Yes. ഇപ്പോൾ. Oh. Jesus. Fire! ആത്മാവിന്റെ തീ. Jesus. ഓ രാമാന ഹത്തുനാദഗസ്യ.
ശ്രദ്ധിക്കൂ, 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 ശ്രദ്ധിക്കൂ. ശിംശോന്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്നത് തീയായിട്ടാണ്. തീയായിട്ടാണ്. സ്തോത്രം. തീയായിട്ട് ആത്മാവ് ശിംശോന്റെ മേൽ ഇറങ്ങി വന്നു. ഞാൻ പലയിടത്തും കണ്ടുകൊണ്ട് ഈ അഭിഷേകം പ്രാപിക്കുന്നവരോടൊക്കെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്തുവായിരുന്നു അനുഭവം, എന്തുവായിരുന്നു ഫീൽ ചെയ്തത്? ഉടനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാവരും ഇങ്ങനെയല്ല, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു വലിയ തീ എൻ്റെ മേൽ വന്നു, ഒരു തീഗോളം എൻ്റെ മേൽ വന്നു. ആമീൻ. ഒരു ചൂട് എനിക്ക് അനുഭവപ്പെട്ടു. ആമീൻ. സ്തോത്രം. ആമീൻ. എൻ്റെ ശരീരത്തിനൊരു പൊള്ളൽ അനുഭവപ്പെട്ടു. എനിക്കിതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വന്നു. ആമീൻ. അപ്പോഴാണ് ഞാൻ നാവെടുത്ത് സംസാരിച്ചത്. നാം ഇരുന്ന ഇരിടം മറന്നുപോയത് അപ്പോഴാ. ഈ തീക്കകത്തായപ്പോൾ, ഈ പൊള്ളലിലായപ്പോൾ. ആമേൻ. സ്തോത്രം. ഞാൻ വേഗം മുമ്പോട്ട് പോട്ടെ. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. ഒടുവിലായിട്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബന്ധനങ്ങളെ എൻ്റെ ദൈവം അറുത്തു മാറ്റുന്നവനാ. ബന്ധനങ്ങളെ എൻ്റെ ദൈവം കത്തിച്ച് കളയുന്നവനാ. സ്തോത്രം. ഇവിടെ ഇതാ സ്തോത്രം. ആമേൻ. ദാവീദ് ഈ ഗോലിയാത്തിനെ കണ്ടുമുട്ടുകയാണ്. ഏലാ താഴ്വരയിൽ വെച്ച് ഗോലിയാത്തിനെ കണ്ടുമുട്ടി. അവനിങ്ങനെ ചോദിച്ചു, ഇവനെ കൊന്നാൽ എന്ത് ലഭിക്കും? കാരണം ദാവീദിന് നല്ല ഉറപ്പാ, എനിക്ക് ഗോലിയാത്തിനെ കൊല്ലാൻ കഴിയും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് പകൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്നെ തകർക്കാൻ നോക്കുന്ന ശത്രുവിന്റെ മേൽ Jesus! Oh Lord! Yes. ശ്രദ്ധിക്കൂ. ദാവീദിന് ഒരു കാര്യം നല്ല ഉറപ്പാ, എനിക്ക് ഇവനെ കൊല്ലാൻ കഴിയും. എൻ്റെ ദൈവം ഇവനെ, ഈ ഗോലിയാത്തിനെ വെല്ലുവിളിക്കുന്ന 40 ദിവസങ്ങളായി നിന്നുകൊണ്ട് വെല്ലുവിളിക്കുക അല്ലേ? എടാ, നിന്നെ ദൈവം എൻ്റെ കൈകളിൽ തരാൻ പോകുകയാ. നിന്നെ ദൈവം എൻ്റെ കൈകളിൽ തരാൻ ദൈവം നിന്നെ എൻ്റെ കൈകളിൽ തരാൻ പോകുകയാ. ഇന്ന് പകൽ നിന്റെ കുടുംബത്തെ തകർക്കുന്ന, വെല്ലുവിളിച്ച് നിൽക്കുന്ന ശത്രുവിന്റെ വെല്ലുവിളികളെ ഇപ്പോൾ ഓ ജീസസ്. ആമേൻ. പ്രൈസ് ഗോഡ്. സ്തോത്രം. ശ്രദ്ധിക്കൂ. ദാവീദിനൊന്നറിയാം, ഇവനെ ദൈവം എൻ്റെ കയ്യിൽ തരും. എന്താ കാര്യം? ദാവീദിന് എന്താ ഉറപ്പ്? നമുക്ക് ദാവീദിന് ചോദിക്കാം, ദാവീദേ, എന്താ നിനക്ക് ആ ഉറപ്പ് ലഭിക്കാൻ കാര്യം? അവൻ പറയും, എൻ്റെ മേൽ ഒഴുകുന്ന ഒരു അഭിഷേക തൈലം, എൻ്റെ ശിരസിൽ കൂടി ഒരു അഭിഷേക തൈലം ആമേൻ ശരീരത്തിൽ ഒഴുകുകയാ. ആമേൻ. ഈ അഭിഷേക തൈലം ശ്രദ്ധിക്കണേ. ഈ അഭിഷേക തൈലം നിന്റെ മേൽ ഒഴുകിയാൽ, നിന്റെ കുടുംബത്തിന്റെ അന്തർഭാഗത്ത് അത് ഒഴുകിയാൽ, നിന്റെ തലമുറയുടെ മേൽ അത് ഒഴുകിയാൽ, നാളുകളായി ശത്രു ബന്ധിച്ച ബന്ധനത്തെ ആമേൻ ഈ അഭിഷേകത്തിന്റെ ശക്തിയാൽ തകർക്കാൻ കഴിയും. ഈ യെശയ്യാ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 10:27 വാക്യമാണെന്ന് തോന്നുന്നു. 10:27 ആമേൻ. സ്തോത്രം. അഭിഷേകം അല്ലേ, പുഷ്ടി നിമിത്തം മുഖം, അങ്ങനല്ലേ സിസ്റ്റർ? ഒന്ന് വായിച്ചേ. 10:27. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. ശത്രു വെച്ച മുഖം പുഷ്ടി നിമിത്തം. ഏത് പുഷ്ടി നിമിത്തം? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ന്യൂ കിങ് ജെയിംസ് വേർഷൻ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ആമേൻ, the yoke shall break because of the anointing oil.
അഭിഷേകത്തിന്റെ തൈലം നിമിത്തം, അഭിഷേകത്തിന്റെ തൈലം നിമിത്തം സഹോദര, നിന്നെ ബന്ധിച്ച ബന്ധനം, നിന്റെ മേൽ വെച്ച, നിന്റെ തലമുറയുടെ മേൽ വെച്ച ആ നുകം തകരണമെങ്കിൽ അഭിഷേകത്തിന്റെ തൈലം. Yes, 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 yes. Praise the Lord. Praise the Lord. Jesus. Praise the Lord. പുഷ്ടി നിമിത്തം നുകം തകരുമെന്ന്. ആമേൻ, ആമേൻ. നിന്നെ ബന്ധിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല കേട്ടോ. സ്വതന്ത്രം. നിന്റെ മേൽ വെച്ചിരിക്കുന്ന ബന്ധനമുണ്ടല്ലോ, അത് ഇന്ന് പകൽ തകരാൻ പോകുകയാണ്. ഇനിയും നീ രോഗിയാണെന്ന് പറഞ്ഞ് നടക്കരുത്. ആ രോഗബന്ധനം ഇന്ന് പകൽ തകരാൻ പോകുകയാണ്. ആമേൻ, 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 ആമേൻ. സമയം തീരാറായോണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ആമേൻ, സ്തോത്രം. ദാവീദ് യോനാഥാന്റെ നിമിത്തം രക്ഷിച്ചത് ആരെയെന്ന് പറയാനുണ്ട്. അത് മറ്റാരെയുമല്ല, ആ 2 ശമൂവേൽ 9-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. അത് പറഞ്ഞു വിട്ടില്ലെങ്കിൽ കുറവല്ലേ. ആമേൻ, വായിച്ചാട്ട്. കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചു. അടുത്തത്, എന്നാൽ ശൗലിന്റെ ഗൃഹത്തിൽ സീബ എന്ന പേരുള്ള ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി. രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയൻ എന്ന് അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവനോട് ചോദിച്ചതിന് ഭൃത്യൻ പറയാ, ഒരുത്തനുണ്ട്. അതാരാ? 2 കാലം മുടൻ തന്നെ. ആർക്കും വേണ്ട അവരെ ആർക്കും വേണ്ട. 2 കാലം മുടൻ തന്നെ. ഒരിക്കലും കൊച്ചു പ്രായത്തില് യുദ്ധസമയത്ത് ധാത്രി ഇവനെ രക്ഷിക്കാനായിട്ട് എടുത്തോണ്ട് ഓടിയതാ. അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണ് കാല് 2 മുടന്തിപ്പോയി. ശ്രദ്ധിക്കണം, ഇങ്ങനെ ഇന്നും കുറെ ധാത്രിമാരുണ്ട്. രക്ഷിക്കാന്ന് പറഞ്ഞു എടുത്തോണ്ട് ഓടുന്നവര്. ഒടുവിൽ ആമേൻ, സ്തോത്രം, നടന്നു പൊക്കോണ്ടിരുന്ന ചെറുക്കൻ ഇപ്പൊ മുടന്തനായി. അങ്ങനെയുള്ള ധാത്രിമാരുടെ അടുക്കലൊന്നും പോയി വീഴല്ലേ. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ധാത്രി ഇവനെ രക്ഷിപ്പാനായിട്ട് കൊണ്ടുപോയതാ. ഉരുട്ടി തള്ളി താഴെ ഇട്ടു. 2 കാലും മുടന്തിപ്പോയി. ഇപ്പൊ ആർക്കും വേണ്ട, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാവരും തള്ളപ്പെട്ട അവൻ ഒരു മൂലയ്ക്ക് കിടക്കുക. ദാവീദ് പറഞ്ഞു, അവനെ ആളയച്ച് തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവരാൻ, തന്റെ മേശമേൽ നിന്ന് നിത്യം ഭക്ഷിപ്പാൻ. നമുക്ക് മെഫിബോശത്തിനോട് ചോദിക്കാം, മെഫിബോശത്തെ, വല്ല യോഗ്യതയും നിനക്കുണ്ടായിട്ടാണോ ദാവീദ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ അവൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിപ്പാൻ, നിത്യം ഭക്ഷിപ്പാൻ? ഓ, അവൻ പറയും, ഇല്ല, ഞാൻ അതിന് യോഗ്യനല്ലായിരുന്നു. പക്ഷേ എൻ്റെ അപ്പൻ്റെ ഒരുടമ്പടിയുണ്ട്, ദാവീദുമായി ചെയ്ത ഉടമ്പടി. സ്തോത്രം. ആ ഉടമ്പടി നിമിത്തമാ ഞാൻ മേശമേൽ നിന്ന് നിത്യം ഭക്ഷിപ്പാനിടയായി തീർന്നത്. ഇന്ന് പകൽ ദൈവവേദന നാം യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മെ സ്നേഹിച്ചു കൊണ്ട് നിർത്തി. എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. എൻ്റെ 2ാമത്തെ മകൾ, സൗദിയിൽ നിന്ന് ജോലി ചെയ്യുന്ന 2ാമത്തെ മകൾ എഴുതിയ പാട്ടാണ് ഞാനും ഞങ്ങളുടെ 3ാമത്തെ മകളും കൂടെ പാടിയത്. എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല എന്നുള്ള പാട്ട്. നന്ദി നാഥ, നന്ദി യേശുവേ എന്നുള്ളത്. സ്തോത്രം. എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. നമുക്കത് പറയാൻ കഴിയത്തില്ലേ? എത്ര സ്തുതിച്ചാലും, എത്ര ആരാധിച്ചാലും കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മെ നിങ്ങളുടെ ശരീരത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മാനസികമായ ഭാരങ്ങൾ, സാമ്പത്തികമായ വിഷയങ്ങൾ, നിങ്ങളുടെ തലമുറയെ കുറിച്ചുള്ള ഭാരം, ദൈവാത്മാവ് പല വിഷയങ്ങളെ എനിക്ക് വെളിപ്പെടുത്തുകയാണ്. തലമുറയോർത്ത് ഭാരത്തോടെ ഏത് സമയത്തും ഹൃദയത്തിൽ കണ്ടുകൊണ്ട്
ഭാരത്തോടെ അടിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് പകര ബന്ധനം കർത്താവഴിക്കാൻ പോവുകയാണ്. തലമുറ സൗന്ദര്യമായി കാണാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ പിടിച്ചുകൊടുത്ത് ഒരു നിമിഷം നമ്മുടെ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേൽപ്പിക്കാൻ എല്ലാവരും അവസ്ഥാനങ്ങളിൽ കാര്യങ്ങൾ ദൈവത്തിന് ഹൃദയ ദൈവത്തിന് സമർപ്പണം. മറ്റുള്ളവരോട് പറയാൻ മടിച്ചു. ശരീരത്തിൽ രോഗമഹിച്ചുണ്ട്, പുറത്തു പറയാൻ കഴിയില്ല. ഭാരത്തോടെ ആയിരിക്കുന്ന ജീവിതത്തിന്റെ നീ വല്ലാതെ ആ വിഷയത്തിൽ നിരക്കുകയാണ്. മറ്റാരോടും നീ ആ രോഗത്തെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ ഇന്ന് ഭക്തൻ ആ രോഗബന്ധനത്തെ അവൻ കാത്തിച്ചു നിന്നെ ഭാരപ്പെടുത്തുന്ന കാലിന്റെ മുട്ടിന് വേദന ഉണ്ടായത്. കാൽമുട്ടിന് വേദന മറ്റാരോട് പറയാം, മറ്റാരോട് പറയാം. ഉള്ളിൽ ഭാരം ഒതുക്കിക്കൊണ്ട് തലമുറ വിഷയത്തിൽ കുടുംബത്തെ മുന്നിൽ കാണിക്കുന്നു. ഭാരത്തോടെ ആഗ്രഹിക്കുന്ന ജീവിതം മറ്റാരോട് പറയാൻ കഴിയില്ല, പറഞ്ഞാലൊട്ടും പ്രയോജനമില്ല. ഉള്ളിൽ ഭാരമൊക്കെയോട് ഞാനെന്ന ജീവിതം ഇന്ന് ഭക്തൻ നിന്റെ വിഷയത്തിന്റെ ദൈവം ചെയ്യാത്ത പോലെയാണ്.
Praise God. Praise God. Praise God. ഇടത് കൈക്ക് വേദനയുണ്ടായിട്ട് ഭാരമുള്ള സാധനം എടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഒരു ജീവിതത്തിൽ ആവശ്യപ്പെടുന്നത് ഇന്ന് പകർന്നൊക്കെ വിടുക തല വീട്ടിക്കൊട്ടുന്ന അനുഭവത്തിൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം എന്റെ കർത്താവിന് കാലം നിന്നെ തൊടാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഏത് രോഗമായാലും ഈ നമുക്ക് വെളിപ്പെട്ട ക്ഷീണത് സ്വർഗത്തിലെ ദൈവം നിനക്ക് വിടുതൽ തരുവാൻ ആഗ്രഹിക്കുകയാണ്. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ട, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട
മറ്റുള്ളവരായിട്ടല്ല, കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം തുറന്നു പ്രാപിപ്പാൻ. ഹല്ലേലൂയ. അവൻ മാറത്ത് പൊൻകച്ച കിട്ടിയവനായ, ഹല്ലേലൂയ, അതേ സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവാണ്. ആദിനം അതിനുമായി വെളിപ്പെടുന്ന ദൈവകരങ്ങളിലേക്ക് നമുക്കൊരു നിമിഷം ഏൽപ്പിക്കാം. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ദൈവസഭയെ പിടിച്ചു ആദ്യനും അന്തിനും ചെറുത് പടിയാട്ടെ. നീ മാത്രമേ നിന്റെ രൂപവും എന്നിലാകട്ടെ. ശക്തിയോ കരങ്ങളെ ഉയർത്തി ആദ്യനും എല്ലാ കരങ്ങളും ഉയർത്തി പിടിച്ച ആദ്യനും സകല സ്തുതികൾക്കും യോഗ്യനായ കർത്താവേ, ഞങ്ങളിത് പറഞ്ഞ് ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. Glory to Jesus. സകലത്തിൽ മതിയായ കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നു ജീസസ്. എല്ലാം നല്ലതാണ്. ഓ